എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ കാഴ്ചകളാണ്. പണ്ട് ഈ കാണുന്ന സ്ഥലം ഒരു ശാന്തമായ ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. 1341 വലിയൊരു പ്രളയത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു നാച്ചുറൽ ഹാർബർ ഇവിടെ രൂപപ്പെട്ടത്. ഇന്നിവിടെ ഈ കാണുന്നതിനേക്കാളും വലിയ ബീച്ചായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. 1341 പെരിയാർ പ്രളയത്തിന് ശേഷം ഇവിടെ കുറേ അഴികൾ രൂപപ്പെട്ടിരുന്നു. അങ്ങനെ കൊച്ചഴി എന്ന വാക്കിൽ നിന്നാണ് കൊച്ചി എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. പോർച്ചുഗീസുകാർ ഫോർട്ട് കൊച്ചിയിലെത്തുന്നതിന് ഏകദേശം 100 വർഷം മുന്നേ ഇവിടെ വ്യാപാരം ചെയ്തിരുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ചൈനീസുകാരുമാണ്. കേരളത്തിലെ കൊടുങ്ങല്ലൂരിനടുത്ത് പട്ടണമെന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ഏൻഷ്യൻ പോർട്ടായിരുന്നു മുസിരീസ്. 1341 പെരിയാർ പ്രളയത്തിലാണ് ഇത് ഇല്ലാതായത്. അങ്ങനെ അവിടെ അന്ന് വ്യാപാരം ചെയ്തിരുന്ന അറബ് ചൈനീസ് ട്രേഡേഴ്സാണ് പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയത്. അങ്ങനെ ഈ പ്രളയത്തിന് ശേഷം അറബ്സാണ് കൊച്ചിയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് അറബ്സ്, ചൈനീസ്, ജൂവിഷ് വ്യാപാരികൾ ചേർന്ന് കൊച്ചിയെ ഒരു പ്രധാന സ്പൈസ് ട്രേഡ് ഹബ്ബാക്കി മാറ്റിയത്. അന്നിവിടെ അറബ് ട്രേഡേഴ്സാണ് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഹൈ ഡിമാൻഡായിരുന്ന ഇഞ്ചി, ഏലക്ക, പിന്നെ ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന കുരുമുളകും കൺട്രോൾ ചെയ്തിരുന്നത്. ഈ സമയത്താണ് 1500 പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചിയിലെത്തുന്നത്. 1500 ഡിസംബർ 24 കൊച്ചി തുറമുഖത്തേക്ക് 6 പോർച്ചുഗീസ് കപ്പലുകൾ വന്നെടുത്തത്. പെഡ്രോ അൽവാരസ് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തെ അന്ന് കൊച്ചി ഭരിച്ചിരുന്ന ഉണ്ണി രാമക്കോയിൽ ഒന്നാമനാണ് സ്വാഗതം ചെയ്തത്. കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലുള്ള ഒരു വാസൽ സ്റ്റേറ്റ് മാത്രമായിരുന്നു അന്ന് കൊച്ചി. സാമൂതിരിയുടെ ആധിപത്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ചിരുന്ന കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാരുടെ ഈ വരവ് ഒരു വലിയ അവസരമായി തോന്നി. അദ്ദേഹം അവർക്ക് കൊച്ചിയിലൊരു ഫാക്ടറി തുടങ്ങാനായിട്ട് അനുവാദം നൽകി. എന്നാൽ ഇത് കണ്ടുനിന്ന കൊച്ചിയിലെ അറബ് വ്യാപാരികൾ അസ്വസ്ഥരായി. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സമുദ്രത്തിലെ സ്പൈസ് ട്രേഡിംഗ് നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു. പോർച്ചുഗീസുകാർ വന്നതോടെ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് അവർ ഭയന്നിരുന്നു. ഇത് അറബികളും പോർച്ചുഗീസുകാരും തമ്മിലുള്ള വലിയൊരു ശത്രുതയ്ക്ക് വഴിമാറി. ഈ തർക്കത്തിൽ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്കൊപ്പം ഉറച്ചു നിന്നു. കടലിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഉറപ്പിക്കാൻ കർത്താസ് എന്നറിയപ്പെടുന്ന ഒരു ലൈസൻസ് സിസ്റ്റം കൊണ്ടുവന്നു. ഒരു കടൽ കടത്തുകാരനും പോർച്ചുഗീസുകാരുടെ ഈ പെർമിറ്റ് ഇല്ലാതെ കപ്പലോടിക്കാൻ കഴിയില്ലായിരുന്നു. അല്ലാത്ത പക്ഷം കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യുമായിരുന്നു. അറബികളുടെ വ്യാപാരത്തെ തകർക്കാൻ അവർ ഉപയോഗിച്ച ആയുധമായിരുന്നു ഇത്. ഇതെല്ലാം അറിഞ്ഞ് പ്രകോപിതനായ സാമൂതിരി കൊച്ചി രാജാവിനെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 1504 മാർച്ചിലാണ് കൊച്ചി യുദ്ധം അഥവാ ബാറ്റിൽ ഓഫ് കൊച്ചിൻ ആരംഭിക്കുന്നത്. ഏകദേശം 60,000 പേരടങ്ങുന്ന ഒരു വമ്പൻ സൈന്യവുമായാണ് സാമൂതിരി കൊച്ചിക്ക് നേരെ തിരിച്ചത്. എന്നാൽ അവരെ നേരിടാനായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നത് കേവലം 150 പോർച്ചുഗീസുകാരും ഏകദേശം 5000 കൊച്ചി സൈനികരും മാത്രമായിരുന്നു. പോർച്ചുഗീസ് കമാൻഡർ ഡുവാർട്ടെ പച്ചേക്കോ പെരേര തൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് ചരിത്രം കുറിച്ചു. ഈ യുദ്ധത്തിന് ശേഷമാണ് കൊച്ചി രാജാവിൻ്റെ അനുമതിയിൽ പോർച്ചുഗീസുകാർ ഫോർട്ട് കൊച്ചിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് ഇമ്മാനുവൽ നിർമ്മിക്കുന്നത്. അങ്ങനെ 1503 സെപ്റ്റംബർ 26 അഫോൺസോ ഡി ആൽബുക്കേർക്കെയും സംഘവും ഈ കോട്ടയുടെ പണികൾ ആരംഭിച്ചത്. കൊച്ചി പിന്നീട് 1530 വരെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തലസ്ഥാനമായി മാറി. ഇന്ന് നമ്മുടെ നാട്ടിലെ കശുമാവ്, പുകയില, പപ്പായ, ചുവന്ന മുളക് എന്നിവയെല്ലാം ഇവരുടെ വരവോടെയാണ് ഇവിടെ എത്തി. ഏകദേശം 160 വർഷം കൊച്ചി ഭരിച്ച പോർച്ചുഗീസുകാർക്ക് അവസാനം ഒരു ശക്തമായ എതിരാളിയെ നേരിടേണ്ടി വന്നു: ഡച്ചുകാർ. 1663 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊച്ചി കോട്ട വളഞ്ഞു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെട്ടു. അതോടെ കൊച്ചിയിലെ പോർച്ചുഗീസ് കാലഘട്ടം അവസാനിച്ചു. ഡച്ചുകാർ കൊച്ചിയിലെ പ്രധാന വ്യാപാര പങ്കാളികളായി മാറി. ഇക്കാലത്താണ് കൊച്ചിയിലെ പ്രശസ്തമായ മട്ടാഞ്ചേരി കൊട്ടാരം അവർ പുതുക്കി പണിയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡച്ച് കൊട്ടാരമെന്ന് ഇന്നും വിളിക്കുന്നത്. കൊച്ചി രാജാവിനെ തങ്ങളുടെ കീഴിലാക്കി മാറ്റിയ ഡച്ചുകാർ കൊച്ചിയിലെ രാഷ്ട്രീയത്തിലും വ്യാപാരത്തിലും
മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തു. കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന കുരുമുളകിൻ്റെ വ്യാപാരത്തിൽ സമ്പൂർണ്ണ അധികാരം നേടുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. കുരുമുളക് കൂടാതെ കറുവപ്പട്ട, ഏലം, തുണികൾ എന്നിവയുടെ വ്യാപാരവും അവർ നിയന്ത്രിച്ചു. പോർച്ചുഗീസുകാർ പണിത ഇമ്മാനുവൽ കോട്ട വെട്ടിച്ചുരുക്കി കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ അവർ ഫോർട്ട് കൊച്ചി പുനർനിർമ്മിച്ചു. അതുകൂടാതെ ബോൾഗാട്ടി പാലസ്, ഡച്ച് സെമിത്തേരി എന്നിവയെല്ലാം കൊച്ചിയിലെ അവരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പല പഴയ കെട്ടിടങ്ങളും പഴയ ഡച്ച് ശൈലിയിലുള്ള വീടുകളും ഈ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് 1503 പോർച്ചുഗീസുകാർ പണിത ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയിലേക്കാണ്. ഈ കോട്ടയ്ക്ക് പേര് നൽകിയത് ഫോർട്ട് ഇമ്മാനുവൽ എന്നാണ്. പോർച്ചുഗൽ രാജാവായ കിങ് മാനുവൽ ഒന്നാമനെ ആദരിച്ചാണ് ഈ പേര് നൽകിയത്. ഈ കോട്ട നിർമ്മിച്ചത് പ്രധാനമായും മസാല വ്യാപാരം സംരക്ഷിക്കാനായിരുന്നു, പ്രത്യേകിച്ച് കുരുമുളക് വ്യാപാരം. അറബിക്കടൽ തീരത്ത് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും മറ്റു യൂറോപ്യൻ ശക്തികളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഫോർട്ട് ഇമ്മാനുവൽ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ആദ്യകാല യൂറോപ്യൻ സൈനിക കോട്ടകളിലൊന്ന്. ഈ കോട്ട ഫോർട്ട് കൊച്ചിയുടെ വ്യാപാര കേന്ദ്രമായി മാറി പോർച്ചുഗീസുകാർക്ക് ശക്തമായ ആധിപത്യം നൽകുകയും ചെയ്തു. 1663 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസുകാരിൽ നിന്നും ഫോർട്ട് കൊച്ചി പിടിച്ചെടുത്തു. ഡച്ചുകാർ വന്ന ശേഷം അവർ പോർച്ചുഗീസ് ശക്തിയുടെ അടയാളങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഫോർട്ട് ഇമ്മാനുവൽ ഭാഗികമായി നശിപ്പിച്ചു. ചില ഭാഗങ്ങൾ തകർത്തു, ചിലത് പുതുക്കി ഉപയോഗിച്ചെങ്കിലും അതിൻ്റെ പഴയ രൂപം നിലനിന്നില്ല. ഇന്ന് ഈ കാണുന്ന കോട്ടയുടെ പഴയ മതിലുകളുടെ അവശിഷ്ടങ്ങളും ചെറിയൊരു ഭാഗവും മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നമുക്കിനി അറ്റത്തേക്ക് നടന്നു തുടങ്ങാം. അപ്പോൾ അത് ഈ മാനുവൽ ഫോർട്ടിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറേ മ്യൂറലുകൾ കാണാം കേട്ടോ. ഇവിടെ നിന്ന് നേരെ നടന്ന് ചെല്ലുമ്പോഴാണ് ഫോർട്ട് കൊച്ചി വാട്ടർ ടെർമിനൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സൈൻ ബോർഡാണ് ഇവിടെ ഈ കാണുന്നത്. അങ്ങനെ കാലം മാറിയപ്പോൾ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പോർച്ചുഗീസുകാരെ കീഴ്പ്പെടുത്തി കൊച്ചി ഭരിച്ച ഡച്ചുകാരുടെ ശക്തി കുറയാൻ തുടങ്ങി. യൂറോപ്പിൽ യുദ്ധങ്ങൾ, വ്യാപാര നഷ്ടങ്ങൾ ഇവയെല്ലാം ഡച്ചുകാരുടെ ശക്തി കുറച്ചു. അതേസമയം ഇന്ത്യയിൽ പുതിയ ശക്തികൾ ഉയരുകയായിരുന്നു. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ അവരുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആശങ്കപ്പെട്ടു. ഫ്രഞ്ചുകാർ കൊച്ചി പിടിച്ചാൽ നമ്മുടെ വ്യാപാരത്തിന് വലിയ പ്രശ്നമാകും എന്ന് അവർ ഭയപ്പെട്ടു. അതിനാൽ 1795 ഫ്രഞ്ച് വിപ്ലവ യുദ്ധങ്ങൾ നടക്കുന്നതിനിടെ ബ്രിട്ടീഷുകാർ ഫോർട്ട് കൊച്ചി പിടിച്ചെടുത്തു. ഫ്രഞ്ചുകാർ കൊച്ചി പിടിച്ചെടുക്കരുതെന്നായിരുന്നു ഡച്ചുകാരുടെ ആഗ്രഹം. മാത്രമല്ല, ഡച്ചുകാർക്ക് ശക്തി കുറവായതിനാൽ വലിയ പ്രതിരോധമൊന്നുമില്ലാതെ തന്നെ കൊച്ചി ബ്രിട്ടീഷുകാർക്ക് കൈമാറി. ഇതോടെ 1795 മുതൽ കൊച്ചിയിൽ ബ്രിട്ടീഷ് ഭരണകാലം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്ക് മുന്നേ വന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് ബ്രിട്ടീഷുകാർ തീരുമാനമെടുത്തത്. അങ്ങനെ റോഡുകൾ, ഓഫീസുകൾ, പുതിയ കെട്ടിടങ്ങൾ എല്ലാം വികസിച്ചു. കൊച്ചി പയ്യെ ഒരു പ്രധാന തുറമുഖ നഗരമായി മാറി. ഇതിനിടയിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. കൊച്ചിയുടെ തുറമുഖം ആഴമില്ലാത്തതായിരുന്നു. അത് ലോർഡ് വില്ലിംഗ്ടൺ, ലേഡി വില്ലിംഗ്ടൺ എന്നീ 2 ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചാണ് ആഴം കൂട്ടിയിരുന്നത്. അങ്ങനെ 1956 മുതൽ ഏകദേശം 20 വർഷത്തോളം കൊച്ചിൻ ഡ്രൈ ഡോക്കിൽ
മെയിൻ്റനൻസിനായി ഉപയോഗിച്ചിരുന്ന ക്രെയിനുകളിലാണ് ഈ കാണുന്ന സ്റ്റീം ബോയിലേഴ്സ് ഉപയോഗിച്ചിരുന്നത്. ഈ സ്റ്റീം ബോയിലറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൽക്കരിയും മരക്കഷ്ണങ്ങളുമാണ്. ഇതിൽ നിന്ന് വരുന്ന ആവി ഉപയോഗിച്ചാണ് ഡ്രൈ ഡോക്കുകളിലെ മെഷീനുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇതിനെല്ലാം തുടക്കമിട്ടത് 1920 ഫോർട്ട് കൊച്ചിയിലെത്തിയ ഒരു ബ്രിട്ടീഷ് ഹാർബർ എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോയാണ്. വലിയ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് മണലെടുത്തു മാറ്റി. ഇതിൻ്റെ ഫലമായി വില്ലിംഗ്ടൺ ദ്വീപ് രൂപപ്പെട്ടു. ഇത് കൊച്ചിയുടെ തുറമുഖ വികസനത്തിന് വലിയ മാറ്റമായി. ഇന്ന് നമ്മൾ കാണുന്ന കൊച്ചി പോർട്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഈ വാക്ക്വേയിലൂടെ നടന്നു പോകുമ്പോൾ സൈഡിലായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കടകൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കൂടി നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ബീച്ചിലൊരു ചേട്ടൻ ചൂണ്ടയിടണ കണ്ടത്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി ആ കാഴ്ചകളൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ അവിടെ ആ സൈഡിലായിട്ട് കാണുന്നതാണ് കമ്പവലകൾ കേട്ടോ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിലെത്തിയട്ടാ. അപ്പം നമ്മൾ നേരത്തെ കണ്ട ചൂണ്ടിയിട്ടുകൊണ്ടിരുന്ന ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയേക്കണത്. ഇപ്പം ചൂണ്ടയിൽ എന്തോ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്, നമുക്കത് പോയി നോക്കാം. കൂരിയാണ് കിട്ടിയേക്കണം. അപ്പം കൂരിക്ക് നല്ല മുള്ളുള്ളത് കൊണ്ട് അത് ഒടിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചൂണ്ടക്കൊള്ളത്തെടുത്ത ശേഷം കൂരിയുടെ പൊക്കത്തുള്ള വലിയ മുള്ള് ഒടിച്ചു കളയണേട്ടാ. പ്ലയർ ഉപയോഗിച്ചാണ് ഇത് ഒടിച്ചു കളയണത്. അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. വല്ലാർപാടത്തുള്ള ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് ആ കാണുന്നത്. ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ അറ്റത്ത് കാണുന്നതാണ് LNG പെട്രോനെറ്റ് ലിമിറ്റഡ്. അപ്പോൾ ആ LNG പെട്രോനെറ്റ് ലിമിറ്റഡിൻ്റെ കാഴ്ചകൾ നമ്മൾ ലൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ കണ്ടായിരുന്നു പൊക്കത്ത് നിന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചേട്ടൻ ഇനി അടുത്ത മീനിനെ പിടിക്കാനുള്ള ചൂണ്ടെറിയാൻ പോണേ കേട്ടോ. അവിടെ ദൂരെ ഒരു ഫിഷിംഗ് ബോട്ട് പോകണ കാണാം കേട്ടോ. അതിൻ്റെ അപ്പുറത്തായിട്ട് വല്ലാർപാടത്തുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് നമ്മൾ കാണുന്നത്. ഇപ്പുറത്തായിട്ട് നമുക്ക് കമ്പോലകൾ കാണാം കേട്ടോ കുറേ. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് ഈ ഫോർട്ട് കൊച്ചി ബീച്ച് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി അപ്പുറത്തെ സൈഡും കൂടി നോക്കാം എന്താ അവസ്ഥയെന്ന്. നമ്മൾ ഇവിടെ നടന്നു പോകുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഇവിടെ കുറേ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ തന്നെ കാണാം. അങ്ങനെ നമ്മൾ തിരിച്ച് വാക്ക്വേയിലേക്ക് എത്തിയിട്ടാം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്നതാണ് ബാസ്റ്റ്യൻ ബംഗ്ലോ. ബാസ്റ്റ്യൻ എന്ന് പറയുന്നത് കോട്ടയുടെ പുറത്തേക്ക് നീട്ടി നിർമ്മിക്കുന്ന ശക്തമായ പ്രതിരോധ ഭാഗമാണ്. നമുക്കിവിടെ ഈ കാണാവുന്ന പോലെ പീരങ്കികൾ സ്ഥാപിക്കാനും ശത്രുക്കളെ നിരീക്ഷിക്കാനുമാണ് ബാസ്റ്റ്യനുകൾ ഉപയോഗിക്കുന്നത്. 1503 പോർച്ചുഗീസുകാർ ഫോർട്ട് ഇമ്മാനുവൽ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ചുറ്റിലും സുരക്ഷയ്ക്കായി ഇതുപോലെ നിരവധി ബാസ്റ്റ്യനുകൾ നിർമ്മിച്ചിരുന്നു. അന്നത്തെ ബാസ്റ്റ്യനുകളിൽ ഇന്നും ഭാഗികമായി നിലനിൽക്കുന്നത് ഇവിടെ ഈ കാണുന്ന പോർച്ചുഗീസുകാർ പണിത ഫോർട്ട് ഇമ്മാനുവലിൻ്റെ സ്റ്റോംബർഗ് ബാസ്റ്റ്യൻ എന്ന പേരിലുള്ള ഭാഗമാണ്. ഇതപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കമ്പവലയുടെ അടുത്ത് നിന്നുള്ള കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പൽ പോകണം നമുക്ക് കാണാം. ബാസ്റ്റ്യൻ ബംഗ്ലാവിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു തുണിക്കടയാണ് ഈ കാണുന്നത്. ഇതേപോലെ കുറേ കടകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ബനിയാൻ ട്രീ. ഫോർട്ട് കൊച്ചിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മരങ്ങളിലൊന്നാണ് ഇത്. ഇന്ത്യയുടെ ദേശീയ മരമാണ് ബനിയാൻ ട്രീ. അപ്പോൾ ഇത് ഇവിടെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർട്ട് കൊച്ചിയിൽ തുറമുഖത്തിന് ആഴം കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഷിപ്പിലെ ആങ്കറാണ് ഈ കാണുന്നത്. നമുക്കപ്പോൾ എന്തായാലും ബീച്ചിലേക്കൊന്ന് ഇറങ്ങാം. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഒരു ദയനീയ അവസ്ഥയുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം.
ഇവിടെയാണെങ്കിൽ ഫുള്ള് പ്ലാസ്റ്റിക്കും മരക്കൊമ്പും ചവറും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണിത്. വളരെ വൃത്തിഹീനമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫോർട്ട് കൊച്ചി എന്നുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കണല്ലോ കേട്ടോ. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ ആയിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.